സഹകാരി റൈസ് പ്ലസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ബോട്ടണിയിൽ കുറച്ച് കോറായിട്ടുള്ള നെക്സ്റ്റ് പോർഷനിലേക്കാണ് കടക്കുന്നത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ ബയോടെക്നോളജിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, എന്താണ് ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെ ടെക്നോളജിക്കലി പരമായിട്ട് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് കോഡ് ഇതൊക്കെ മാറ്റുന്ന ആ ഒരു സാങ്കേതിക വിദ്യയാണ് ബയോടെക്നോളജി. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് എന്താണ് ജസ്റ്റ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ അതൊക്കെ പഠിച്ച് പോവാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ബയോടെക്നോളജി എന്ന് അറിയണം. ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ ഡീൽസ് വിത്ത് യൂസിങ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓർ എൻസൈം ഫ്രം ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. മനുഷ്യന് യൂസ്ഫുൾ ആയിട്ട്, അപ്പം മനുഷ്യന്മാർ ഓരോ ടെക്നോളജി കണ്ടുപിടിക്കുന്ന എന്തിനാണ്, നമുക്ക് യൂസിന് വേണ്ടിയിട്ടാണ് അല്ലേ, നമ്മളുടെ ഓരോ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഓരോ സാങ്കേതിക വിദ്യകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബയോടെക്നോളജി എന്ന് പറയുന്ന സംഭവം എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ലിവ് ഓർഗാനിസം, ജീവനുള്ള ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ എൻസൈമായിട്ടും അതിൻ്റെ എന്താണ് DNA അതിൻ്റെ ജീനോമിക്കിലുള്ള വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് മനുഷ്യന് യൂസ്ഫുള്ളായിട്ട് പ്രോഡക്റ്റായിട്ടോ അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സായിട്ടോ മാറ്റുന്ന ആ ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മൾ സിംപ്ലി ബയോടെക്നോളജി എന്ന് പറയുന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ കണ്ടിട്ടുണ്ട്. DNA ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എന്താണ് കുഞ്ഞുങ്ങളില്ലാതെ കുറേ നാൾ വിഷമിക്കുന്ന കപ്പിൾസൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മളൊരു ഇൻവിട്രോ ഫെർട്ടിലൈസേഷനൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതായത് സ്പേമും ഓവോ ഒക്കെ നമ്മളെന്താണ് മെഡിക്കലി നമ്മൾ ഭയങ്കര ഈ സൂക്ഷിച്ചൊക്കെ നമ്മൾ കുറച്ച് പ്രോസസ്സിലൂടെയൊക്കെ പുറത്തെടുത്തിട്ട് അതിനെ പുറത്തൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്നോളജിയാണ് നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ബേബിയൊക്കെ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു DNA വാക്സിൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് വാക്സിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. എന്തുകൊണ്ടാണ്, ആ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ആ ഒരു ജീനോമിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ആ ഒരു താമസം വന്നത്. അപ്പോൾ ആ ഒരു ജനറ്റിക്കായിട്ട് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ വാക്സിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോവിഡ് വാക്സിൻ വരാനായിട്ട് താമസിച്ചത്. കാരണം എന്താണ്, ഓരോ കുറച്ച് നാൾ കഴിയുമ്പോഴും ഈ ഒരു വൈറസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജനറ്റിക്കിൻ്റെ ഘടന മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കതിൽ ഈസി ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വാക്സിൻ എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബ് ബേബി, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, DNA വാക്സിൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ജീൻ തെറാപ്പിയൊക്കെ വരുന്നത്, ഒരു ജനറ്റിക്കായിട്ട് ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ജീനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കൊടുത്താൽ നമുക്ക് ആ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് കുറച്ചൊരു എന്താണ് മുക്തി കിട്ടും എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്യുന്നത്. എന്താണ് ബയോടെക്നോളജിയുടെ ഭയങ്കര വലിയ ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മളുടെ ലോകത്തുള്ളത്. നമ്മളുടെ ഈ ഒരു എന്താണ് 2023 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്പ് ആയാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് ആനിമൽസിനെ ഓർഗാനിസത്തിനൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബയോടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബയോടെക്നോളജിയിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ കെമിസ്ട്രിയെ ആൾട്ടർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു എന്താണ് പ്രോസസ്സാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ജനറ്റിക് മെറ്റീരിയലിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, DNA, RNA. അപ്പോൾ DNA എന്താണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA എന്ന് പറയുമ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡ്. നമ്മൾ സെല്ല് പഠിച്ചപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ RNA എന്താ ചെയ്യുന്നത്, RNAയിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു mRNA മെസ്സഞ്ചർ RNAയുടെ കാര്യമൊക്കെ പറഞ്ഞു, ഒരു പ്രോട്ടീൻ സിന്തസിസിൻ്റെ കാര്യമൊക്കെ അവിടെ നമ്മൾ പറഞ്ഞ കാര്യം മെൻഷൻ ചെയ്ത് പോയ കാര്യമാണ്. അപ്പോൾ ഇവിടെ ജനറ്റിക് മെറ്റീരിയലിനെ ആൾട്ടർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്, ഒരു ആൾട്ടർ ചെയ്തിട്ട് അവരുടെ കെമിസ്ട്രിയിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓർഗാനിസത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഓർഗാനിസത്തിൻ്റെ ഫീനോടൈപ്പ് എല്ലാം മാറും. അപ്പോൾ എന്താണ് ഫീനോടൈപ്പ് എന്ന് നോക്കുക. ഫീനോടൈപ്പ് എന്നൊരു വേർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫീനോടൈപ്പ്? ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ മോർഫോളജിക്കലി കാണുന്ന കാര്യമാണ്. ഇപ്പം നമ്മളൊരു ഈച്ചയെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഈച്ചയുടെ പുറമേ നമ്മൾ കാണുന്ന അവയുടെ ഓർഗൻസിനെയല്ല നമ്മൾ പുറമേ കാണുന്നതിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. കാണാൻ എങ്ങനെയുണ്ടോ അതിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ജീനോടൈപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ കേൾക്കും. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ജനിതക ഘടനയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ജീൻസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ജീൻസ് എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജീനോടൈപ്പിൽ ഒരു വ്യത്യാസം വന്നാൽ, അതായത്
ജനറ്റിക് മെറ്റീരിയലിൽ ഒരു വ്യത്യാസം വന്നാൽ മാത്രമേ ഫീനോടൈപ്പിൽ ഒരു വ്യത്യാസം വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് ദ enable growth of only desired microbe eukaryotic cell in large amount manufacture of biotechnological product like antibiotic, vaccine, enzymes etc. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഒരു വാക്സിൻസിൻ്റെയും അതുപോലെ എൻസൈംസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അതായത് ഒരു മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ട് ഒരു എന്താണ് കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അശുദ്ധിയാവുക എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ഒരു ഫോറിൻ ബോഡിയുടെ ഒന്നും പ്രസൻസ് ഇല്ലാതെ ഒരു മോശമായി പോവാത്ത രീതിയിലാണ് നമ്മൾ എന്താണ് ഈ ഒരു വാക്സിനും അതുപോലെ എൻസൈംസും എല്ലാം നിർമ്മിക്കുന്നത്. ഇതെല്ലാം ബയോടെക്നോളജിക്കലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ വാക്സിൻ ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് ഒരു വൈറസ് ബാധിച്ചൊരു അസുഖം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വൈറസിൻ്റെ ജനിതക ഘടനയെ വെച്ചിട്ടാണ് നമ്മൾ ആ വാക്സിൻ നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർമ്മിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് മൈക്രോബ് യൂകാരിയോട്ടിക് സെല്ലിനാണ്. മൈക്രോബ് എന്ന് പറയുമ്പോൾ യൂകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ് ന്യൂക്ലിയസ് ഉള്ളവയാണ് നമ്മൾ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. അതിനെയൊക്കെ നമ്മൾ എന്താണ് ലാർജ് സ്കെയിലായിട്ട് നമ്മൾ എടുത്ത് അങ്ങനെ പഠിച്ചാൽ അത്രയും പ്യൂരിറ്റിയോടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള എൻസൈംസിനെ വാക്സിൻസൊക്കെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കിനെയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് നമ്മൾ കൂടുതലും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരുപാട് ഇൻഫെക്ഷൻസ് തടയാം. അതുപോലെ എന്താണ് നമ്മുടെ ഉള്ളിൽ ജലദോഷം അങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കും അല്ലേ. അപ്പോൾ അകത്തുള്ള നമ്മളെ ബാധിക്കുന്ന ചെറിയ വൈറസ് ബാധ അല്ലെങ്കിൽ ബാക്ടീരിയലൊക്കെ ആയിട്ടുള്ള അസുഖങ്ങൾക്കെതിരെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത്. ബയോ എന്ന് പറയുമ്പോൾ ജീവനുള്ളവ, ആൻറ്റിബയോ എന്ന് പറയുമ്പോൾ ജീവനുള്ളവയ്ക്കെതിരെ നമ്മൾ പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് വഴിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജനറ്റിക് എഞ്ചിനീയറിങ്ങും കെമിക്കൽ എഞ്ചിനീയറിങ്ങും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. ഇനി നമ്മൾ ഒരു പോയിന്റ് പഠിക്കാം. എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രിസർവ്സ് ദ ജനറ്റിക് ഇൻഫർമേഷൻ വൈൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ പെർമിറ്റ് വേരിയേഷൻ. ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണെങ്കിലും ഈ സെൻറ്റൻസിനുള്ളിൽ വലിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ചവരാണ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ അമീബ ആണെങ്കിൽ പോലും അമീബ എങ്ങനെയാണ് രണ്ടായിട്ട് മുറിഞ്ഞ് രണ്ട് അമീബയായിട്ട് മാറും. ബൈനറി ഫിഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സെല്ലിലുള്ള കണ്ടന്റ് തന്നെയാണ് അടുത്ത ജനറേഷനിലേക്കും പാസ് ചെയ്ത് പോയത്. അതുപോലെ ഇവിടെയാണെങ്കിലും നമുക്ക് എന്താണ് ബാക്ടീരിയ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കാണാം. അവ എങ്ങനെയാണ് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നതെന്നാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു പാരന്റ് സെല്ലിൽ എന്തൊക്കെ ഉണ്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് നെക്സ്റ്റ് ജനറേഷനിലേക്കും കിട്ടും. പക്ഷെ അതേ സമയത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കാര്യം വരുമ്പോൾ അവിടെ എന്താണ് രണ്ട് തരം ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഒരു മെയിൽ ക്യാരക്ടറും ഫീമെയിൽ ക്യാരക്ടർ, രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ക്യാരക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? വേരിയേഷനെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മാറ്റം അല്ലേ. രണ്ട് ക്യാരക്ടേഴ്സ് കൂടി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു മാറ്റം, അങ്ങനെയുള്ള മാറ്റം എവിടെയുണ്ടോ സെക്ഷൽ റീപ്രൊഡക്ഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് ദ ടെക്നിക് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വിച്ച് ഇൻക്ലൂഡ് ക്രിയേഷൻ ഓഫ് റീകോമ്പിനന്റ് DNA. അപ്പോൾ എന്താണ് റീകോമ്പിനന്റ് DNA എന്ന് അറിയുക. റീകോമ്പിനന്റ് DNA എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു മാറ്റം വരുത്തിയ DNA ആണ്. നമുക്കൊരു ഓൾറെഡി ഒരു DNA ഉണ്ട്, അതിലൊരു മാറ്റം വരുത്തി വന്ന DNA ആണ് നമ്മൾ റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയേഷൻ ഓഫ് റീകോമ്പിനന്റ് DNA ആണ് നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് വരുന്ന കാര്യം. യൂസ് ഓഫ് ജീൻ ക്ലോണിംഗ് ആൻഡ് ജീൻ ട്രാൻസ്ഫർ. ജീനിൻ്റെ ഒരു ക്ലോണിംഗ് നടക്കുന്നുണ്ട്, അതുപോലെ ജീനിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. എവിടെ? ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിൽ. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ബയോടെക്നോളജിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്താണ്? ഒരു റീകോമ്പിനന്റ് DNA ക്രിയേഷൻ നടക്കുന്നുണ്ട്, ജീൻ ക്ലോണിംഗ് നടക്കുന്നുണ്ട്, ജീൻ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഈ ക്ലോൺ എല്ലാം ചെയ്ത് മാറ്റം വരുത്തി വെച്ചിരിക്കുന്ന ജീനിനെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഹോസ്റ്റ് ഓർഗാൻസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫറിങ്ങിനെയാണ് നമ്മൾ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ജീൻ ട്രാൻസ്ഫർ, ജീൻ ക്ലോണിംഗ് ഉണ്ട്, ഇവിടെ ജീൻ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ എന്താണ്
ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഡിസൈർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് ഹ്യൂമൻ ബീങ്സിന് ഇഷ്ടമുള്ള കാര്യം. നമ്മളാണല്ലോ ഈ ഒരു എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗം വരുന്ന ക്യാരക്ടേഴ്സിനെ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറ്റിക് എഞ്ചിനീയറിങ് നമ്മൾ എന്താണ് ഒരു ഓർഗാനിസത്തിനെ എടുക്കും. ആ ഓർഗാനിസത്തിൽ നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യും, എന്താണ് അതിൽ മാറ്റം വരുത്തേണ്ടത്, അതിൻ്റെ ജനിതകപരമായിട്ട് നമ്മളതിന് എന്ത് മാറ്റം വരുത്തണം, അവിടെ എന്ത് ക്യാരക്ടറിനെയാണ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കാനുള്ളതെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിങ് നടത്തുന്നത്. ഇനി ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിങ് നടത്തുമ്പോൾ നമുക്കിവിടെ കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ക്രോമസോമിൽ വരുന്ന ഒരു കാര്യമാണ്. ക്രോമസോമിൽ സ്പെസിഫിക് ആയിട്ടൊരു DNA സീക്വൻസ് ഉണ്ട്. ക്രോമസോം നമ്മൾ പഠിച്ചതാണ്, എന്താണ് ഫേസസ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ക്രോമസോമിനെയും ക്രോമസോം കണ്ടൻസായി ക്രോമാറ്റിഡ് ആവുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ക്രോമസോമിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടൊരു DNA സീക്വൻസ് കാണും. ആ സീക്വൻസിന് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടാവും. ഈ ഒരു സീക്വൻസ് ആണ് എപ്പോഴും റെപ്ലിക്കേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു DNA അടുത്തൊരു റെപ്ലിക്കേഷൻ, ഒരു നെക്സ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോമിനെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഈ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനാണ് അതിലൊരു ഇനിഷ്യേഷൻ കൊടുക്കുന്നത്. ഈ ഇനിഷ്യേഷൻ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ DNA എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏലിയൻ DNA എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വച്ചേക്കുന്ന ആ ഒരു ഏലിയൻ DNA എന്ത് ചെയ്യണം, ഈ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ ഒരു സ്പെസിഫിക് സീക്വൻസിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ള, ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ മാത്രമേ, അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സൈറ്റ് എന്ത് ചെയ്യുള്ളൂ, റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആ DNA എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് സെല്ല് ഫോം ചെയ്യുമ്പോൾ അതിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് മാറുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്തെന്ന് മനസ്സിലായി. എന്താണ്, ഒരു ക്രോമസോമിനകത്ത് സ്പെസിഫിക് DNA സീക്വൻസ് കാണും. ആ ഒരു സ്പെസിഫിക് DNA സീക്വൻസ് എന്ത് ചെയ്യും, റെപ്ലിക്കേഷനെ ഇനിഷ്യേറ്റ് ചെയ്യും. ആ ഒരു സൈറ്റിന് നമ്മൾ എന്ത് വിളിക്കും, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ORI എന്ന് കൊണ്ട് വിളിക്കും. ഇനി ഒരു ഏലിയൻ DNA എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന DNA ആണ് നമ്മൾ ഏലിയൻ DNA എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഏലിയൻ DNA നമ്മൾ എന്ത് ചെയ്യും, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ഒറി എന്ന് പറയുന്ന ആ ഒരു റീജിയനിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കും. ഈ ലിങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത ആ ഒരു ഓർഗാനിസം നെക്സ്റ്റ് ഡിവിഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു DNA കൂടി മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും. ഈ ഒരു മെത്തേഡിനെ നമ്മൾ ക്ലോണിംഗ് എന്ന് വിളിക്കും. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മനുഷ്യർ ഹ്യൂമൻ ബീങ്സ് ബയോടെക്നോളജിക്കലി നമ്മൾ ചെയ്തു വെച്ച ആ ഒരു ജീൻ, ആ ഒരു എന്താണ് റീകോമ്പിനൻ്റ് DNA നെക്സ്റ്റ് ജനറേഷനിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ ക്ലോണിംഗ് എന്ന് വിളിക്കും. ആ ഒരു ക്ലോണിംഗ് കാരണം നമുക്ക് എന്താണ്, ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ കോപ്പീസിനെ കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഉള്ള DNAയുടെ കോപ്പീസ് കിട്ടും. ഇനി ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA എമർജ്ഡ് ഫ്രം ദ പോസിബിലിറ്റി ഓഫ് ലിങ്കിങ് എ ജീൻ എൻകോഡിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വിത്ത് എ നേറ്റീവ് പ്ലാസ്മിഡ്. അപ്പോൾ നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഒരു സംഭവം, പ്ലാസ്മിഡ് എന്ന് പറയുന്ന ആ ഒരു ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ സെൽ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ കണ്ടതാണ്. എവിടെയാണ്, ബാക്ടീരിയയുടെ ബോഡിക്കകത്താണ് ഒരു ജീനോമിക് DNA, അവരുടെ ആ ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള DNAക്ക് പുറമെ ഒരു റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ കാണും. അതിന് നമ്മൾ എന്ത് വിളിക്കും, പ്ലാസ്മിഡ് എന്ന് വിളിക്കും. ഈ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ ക്രോമസോമൽ ആണ്, എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. അതിന് ചുറ്റും നമുക്ക് എന്താണ്, ഒരു എൻവലപ്പ് ഒന്നും കാണാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്, റൗണ്ട് ഷേപ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സാൽമോണല്ല ടൈഫിമ്യൂറിയം അതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പഠിക്കുക. സാൽമോണല്ല ടൈഫിമ്യൂറിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡാണ് നമ്മൾ സാധാരണ എന്തായിട്ട് എടുക്കുന്നത്, ഒരു എന്താണ് റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എന്താണ് സാൽമോണല്ല ടൈഫിമ്യൂറിയം എന്ന് പറയുന്ന ആ ഒരു മൈക്രോബിൻ്റെ പ്ലാസ്മിഡ് വെച്ചിട്ട്, പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു സർക്കുലർ ആയിട്ടുള്ള എക്സ്ട്രാ സർക്കുലർ ക്രോമസോമൽ DNA ആണ് പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡ് കൊണ്ടിട്ട് ആദ്യം ഒരു എന്താണ് റീകോമ്പിനേഷൻ DNA ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഒരു ബയോടെക്നോളജിയുടെ പോസിബിലിറ്റി ആണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും കാര്യം വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് സയന്റിസ്റ്റുമാരുടെ പേര് പഠിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറുമാണ് 1972 ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയിട്ടൊരു ജീനിനെ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്, തരം തിരിച്ചെടുക്കുന്നത്. സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ, ഒരിക്കലും മറന്നു പോകരുത് ഈ രണ്ട് സയന്റിസ്റ്റുമാരുടെ പേര്, സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ.
സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും 1972 എന്ത് ചെയ്യുന്നത്, ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയിട്ടൊരു പീസ് ഓഫ് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഒരു പ്ലാസ്മിഡ് ആയിരുന്നു ഈ ഒരു ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചറായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ടീരിയയുടെ DNA പഠിച്ച സമയത്ത് ആ ഒരു എന്തായിരുന്നു പ്രോകാരിയോട്ടിക് സെൽസിൻ്റെ കാര്യം പഠിപ്പിച്ച സമയത്താണ് നമ്മൾ ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ വേർഡ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ പ്ലാസ്മിഡ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽ ആ ബാക്ടീരിയയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ആ ബാക്ടീരിയ എന്തായി മാറിയത്, ആൻറ്റിബയോട്ടിക്, അതായത് എന്താണ് ആ ഒരു ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻസ് ആയിട്ട് മാറിയത്. ഇനി നമുക്ക് ആ ഒരു എൻസൈംസിനെ പറ്റി പഠിക്കാം. ഈ ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിന് നമുക്ക് കുറച്ച് എൻസൈംസ് ആവശ്യമാണ്. അതിൽ ആദ്യത്തെ എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ ഡ്യൂട്ടി എന്താണ്, ആ ഒരു DNAയുടെ സ്പെസിഫിക് ലൊക്കേഷൻ വെച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ എൻസൈം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻ എൻസൈംസിന് വേറൊരു പേര് കൂടിയുണ്ട്, മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കും. മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്, റെസ്ട്രിക്ഷൻ എൻസൈംസിനെയാണ്. നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു DNA കാണാം, ഇതൊരു നോർമൽ DNA ആണ്. രണ്ടാമത്തെ DNA വരുമ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്താണ്, ആ DNA നമുക്ക് കട്ട് ചെയ്തെടുക്കണം, മുറിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവിടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ എൻസൈമിനെ യൂസ് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈമിനെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ആ DNA നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ആ DNA കട്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഉള്ളത് കൊണ്ട് നമ്മൾ മോളിക്കുലാർ സിസേഴ്സ് എന്നും റെസ്ട്രിക്ഷൻ എൻസൈംസിനെ വിളിക്കുന്നുണ്ട്. പേര് മറന്നു പോകരുത്, മോളിക്കുലാർ സിസേഴ്സ്. ഇനി ഈ ഒരു കട്ട് പീസ് ഓഫ് DNA എന്ത് ചെയ്യും, ഒരു പ്ലാസ്മിഡ് DNA ആയിട്ട് കോഡ് ചെയ്യും. പ്ലാസ്മിഡ് DNA എന്താണ്, ആ ഒരു ബാക്ടീരിയക്കകത്തുള്ള റൗണ്ട് ഷേപ്ഡ് DNA ആണ്. ആ ഒരു പ്ലാസ്മിഡിൻ്റെ DNA ആയിട്ട് ഈ കട്ട് ചെയ്ത് മാറ്റിയ ഈ ഒരു DNA കൂടി മാറ്റും. അതിനുശേഷം നമ്മളിതൊരു വെക്റ്റർ ആക്കി മാറ്റും. വെക്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന് നമ്മൾ ഒരു സഹായി വേണം അല്ലേ, നമ്മളൊരു ഹോസ്റ്റ് ഓർഗാൻസത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു സഹായി വേണം. ഈ സഹായിയാണ് നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാസ്മിഡ് DNA എന്താണ്, ഒരു വെക്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഒരു DNA നമ്മൾ ഈ ഒരു ഓർഗാൻസത്തിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ ഒരു വെക്റ്ററിനെ നമ്മൾ ഈ ഒരു ഹോസ്റ്റ് ഓർഗാൻസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു പ്ലാസ്മിഡിൻ്റെ ഒരു ഫിഗർ നമുക്കിവിടെ കാണാം. നമ്മൾ ഈ ഒരു ബാക്ടീരിയയുടെ ഫിഗർ നമ്മൾ ആ ഒരു പ്രോകാരിയോട്ടിക് സെല്ലിൽ കണ്ടതാണ്. ഇതിനകത്തൊരു ജീനോമിക് DNA ഉണ്ട്. ഈ ഒരു കോഡ് ചെയ്തിരിക്കുന്ന DNA ആണ് ജീനോമിക് DNA. അതിന് പുറമേ ആയിട്ട് എന്താണ്, ഒരു എക്സ്ട്രാ സെല്ലർ ആയിട്ടുള്ള എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള റൗണ്ട് ഷേപ്ഡ് ഉള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിച്ചത്. ആ റൗണ്ട് ഷേപ്പ് ഇവിടെ കാണുന്നത്. ഈ ഒരു റൗണ്ട് ഷേപ്ഡ് പ്ലാസ്മിഡിനെ എന്ത് ചെയ്യും, ഇതിൻ്റെയും ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടുന്ന് നമുക്ക് കിട്ടിയല്ലോ ഈ ഒരു DNA ഫ്രാഗ്മെൻറ്റ്, ആ ഫ്രാഗ്മെൻറ്റിനെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഇത് എന്താവുന്നത്, ഒരു പ്ലാസ്മിഡ് DNA അല്ലെങ്കിൽ വെക്റ്റർ DNA ആയിട്ട് മാറുന്നത്. ഈ ഒരു വെക്റ്റർ DNA ആണ് നമ്മളൊരു ഹോസ്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഈ ഒരു ഓർഗാനിസം. ഈ കാണുന്ന ഈ കുഞ്ഞാണ് ഓർഗാനിസം. ഇതിൻ്റെ ക്രോസ് ഓവറാണ് ഈ കാണുന്നത്. ഇതിനകത്താണ് പ്ലാസ്മിഡ് ഉള്ളത്. ആ പ്ലാസ്മിഡാണ് നമ്മൾ ഈ ഒരു DNA തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വെക്റ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്തത് എന്താണ്, റീകോമ്പിനന്റ് DNA നോക്കണം. കോമ്പിനേഷൻ ഓഫ് സർക്കുലർ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് DNA ക്രിയേറ്റഡ് ഇൻ വിട്രോ ആൻഡ് ഈസ് നോൺ ആസ് റീകോമ്പിനന്റ് DNA. അതായത് ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം, നേരത്തെ നമ്മൾ ആ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു DNA ഫ്രാഗ്മെന്റിനെ നമ്മൾ ഈ എന്ത് ചെയ്തു, ഈ ഒരു പ്ലാസ്മിഡിന്റെ ഈ ഒരു സർക്കുലർ ആയിട്ടുള്ള പ്ലാസ്മിഡിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പുതിയ ഒരു DNA ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു DNA ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത്. ഇനി ഈ ഒരു DNA എന്ത് ചെയ്യും, ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എസ്ചെറീഷ്യ കോളൈ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഫീക്കസിലൊക്കെ കാണുന്ന ഒരു ബാക്ടീരിയ ആണ്. എസ്ചെറീഷ്യ കോളയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സാൽമോണല്ല വൈറസ്, സാൽമോണല്ല ആയിട്ടൊക്കെ റിലേഷനുള്ള ഒരു ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കും. അതായത് ആ ഒരു ഇപ്പോൾ ഒരു DNA ഒരു റീകോമ്പിനന്റ് DNA ഉള്ളൂ. ഈ ഒരു റീകോമ്പിനന്റ് DNA മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കും. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്ടീരിയയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും അല്ലേ. എങ്ങനെയാണത്, ആ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കൂടുതൽ അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും അവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആ ഒരു റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഈ ഒരു റീകോമ്പിനന്റ് DNA കൂടെ എന്ത് ചെയ്യും, പോളിമറൈസ് ചെയ്യും. പോളിമറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടായി വരും. അപ്പോൾ
അപ്പോൾ ആ ഒരു ന്യൂ ഹോസ്റ്റിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു DNA എന്ത് ചെയ്യും, പോളിമർ ഒരുപാട് ഉണ്ടാകാനായിട്ട് തുടങ്ങും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറേസ് എൻസൈം. അപ്പോൾ നമ്മൾ 2 എൻസൈം പഠിച്ചു. ഏതായിരുന്നു? റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ്. രണ്ടാമത്തെ എൻസൈം ഏതാണ്? DNA പോളിമറേസ് എൻസൈം. DNA പോളിമറേസ് എൻസൈം ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവും. ഈ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു എസ്ചെറിഷ്യൽ കോളയ്ക്കൊക്കെ എന്ത് ചെയ്യും, ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടും. കാരണം എന്താണ്, പ്ലാസ്മിഡ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലോണിങ്. നേരത്തെ പറഞ്ഞു റീകോമ്പിനൻ്റ് DNA ഇങ്ങനെ ഒരുപാട് ഉണ്ടാകുന്നതിന് നമ്മൾ ക്ലോണിങ് എന്ന് പറയും. ഇതെല്ലാം എന്താണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എസ്ചെറിഷ്യ കോളയുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന റീകോമ്പിനൻ്റ് DNAക്കും കിട്ടുന്നത്. ഇനി നമുക്ക് 3 ബേസിക് സ്റ്റെപ്സ് ഉണ്ട്. ജനറ്റിക്കലി മോഡിഫൈ ഓർഗാനിസത്തിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ബേസിക് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്സ് എന്താണ്? നമ്മൾ ഇഷ്ടപ്പെട്ട നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ജീനിനെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ജീൻ ഏതാണോ ആ ജീൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം ജനറ്റിക്കലി നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കണമെങ്കിൽ ആ മോഡിഫൈ ചെയ്യാനായിട്ട് ഇന്ന ക്യാരക്ടർ കൂടി ഇതിന് വരണം എന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക എന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഐഡൻറ്റിഫൈഡ് DNA ഇൻറ്റു ദ ഹോസ്റ്റ്. ഒരു ഹോസ്റ്റ് എടുക്കുക. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മൾ ഈ മാറ്റങ്ങളെല്ലാം വരുത്താൻ ഉദ്ദേശിക്കുന്ന ആളിനെയാണ് ഈ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫൈഡ് DNA നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഹോസ്റ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മൂന്നാമത്തത് എന്താണ്? മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദി DNA ടു ദ പ്രോജനി. അപ്പോൾ ഈ ഒരു നമ്മൾ മാറ്റം എല്ലാം വരുത്തി നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു DNA ഈ ഒരു ഹോസ്റ്റിൽ നിലനിൽക്കുമോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം എന്താണ്, അടുത്ത പ്രോജനി വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ വരുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം അവിടെ ഒരു ട്രാൻസ്ഫർ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഈ 3 കാര്യങ്ങളാണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ആദ്യത്തെ എന്താണ്? ഡിസൈർഡ് ക്യാരക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് എന്ത് മാറ്റമാണോ വരുത്താനുള്ളത് ആ ഒരു മാറ്റം ഏതാണോ നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്തെ എന്താണ്? ഈ ഒരു ഹോസ്റ്റിലേക്ക് ഈ ഐഡൻറ്റിഫൈഡ് DNA നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തത് എന്താണ്? ഈ ഒരു അപ്ലൈ ചെയ്ത ഹോസ്റ്റിൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ആവുന്നുണ്ടോ എന്ന് നോക്കണം. നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് പ്രോജനിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ആകുന്നുണ്ടോ എന്ന് നോക്കണം. ഈ 3 സ്റ്റെപ്സ് ആണ് ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈയിങ് ഓർഗാനിസത്തിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള 3 ബേസിക് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ് റീകോമ്പിനൻ്റ് DNA എന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നു, ആ പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരു DNA ഫ്രാഗ്മെൻറ്റിനെ കൊണ്ടുവന്ന് മാറ്റം വരുത്തിയ ആ DNA ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീകോമ്പിനൻ്റ് DNA എന്ന് വിളിക്കുന്നത്. നമ്മൾ ബാക്കിലോട്ട് സ്ലൈഡ് നോക്കാം. ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു വെക്ടർ, ഈ ഒരു പ്ലാസ്മിഡ് വെക്ടറിനകത്ത്, അതായത് ബാക്ടീരിയക്കകത്ത് നമ്മൾ എടുത്തതാണ് ഈ ഒരു പ്ലാസ്മിഡ്. അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു DNA ഫ്രാഗ്മെൻറ്റിനെ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു നമ്മൾ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു DNA ആണ് എന്ത് വിളിക്കുന്നത്? റീകോമ്പിനൻ്റ് DNA എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീകോമ്പിനൻ്റ് DNA ടെക്നോളജി വരാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് വേണം. ആ ടൂൾസിനെയാണ് നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അവിടെ ആദ്യത്തേത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. റെസ്ട്രിക്ഷൻ എൻസൈംസിന് വേറൊരു പേരുണ്ട്, എന്താണ്? മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെ പറ്റിയാണ് ആദ്യം പറയാൻ പോകുന്നത്. 1963 എന്താണ് ഒരു ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പം ബാക്ടീരിയയെ ആക്രമിക്കുന്ന ഒരു വൈറസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ആ ഒരു ബാക്ടീരിയോഫേജിൻ്റെ വളർച്ചയെ തടയുന്ന 2 എൻസൈം കണ്ടുപിടിക്കുന്നത് 1963. ഇയർ ജസ്റ്റ് ഒന്ന് മനസ്സിൽ നിന്ന് വച്ചേക്കുക. 1963 ഇങ്ങനെ 2 എൻസൈംസിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം എന്താണ്? അതിൽ നിന്ന് നമുക്ക് എസ്ചെറിഷ്യ കോളയെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. എസ്ചെറിഷ്യ കോളയെ പറഞ്ഞു, ഈ കോളൈ പറഞ്ഞു. അതിനുശേഷം വൺ ഓഫ് ദീസ് ആഡഡ് മീഥൈൽ ഗ്രൂപ്പ്സ് ടു DNA വൈൽ ദ അതർ കട്ട് DNA. ദ ലേറ്റർ വാസ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. അപ്പോൾ എന്ത് ചെയ്തു? എസ്ചെറിഷ്യ കോളയുടെ പ്ലാസ്മിഡ് എടുത്തു. അതിനുശേഷം മറ്റേ DNA എന്ത് ചെയ്തു? മീഥൈൽ ഗ്രൂപ്പ്സിൻ്റെ DNA എന്ത് ചെയ്തു? നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു? ഈ ഒരു എസ്ചെറിഷ്യ കോളയുടെ പ്ലാസ്മിഡിനകത്ത് ഈ ഒരു DNA വെച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അങ്ങനെ നമുക്ക് ആ ഒരു DNA കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബാക്ടീരിയോഫേജിൻ്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു
DNA ഫ്രാഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആരുണ്ടാകുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. അതായത് DNA ഫ്രാഗ്മെന്റ് ആയിട്ട് മുറിക്കാൻ സാധിക്കുന്ന, അതിന് കെൽപ്പുള്ള ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ ഒരാള് അതിലത് 2 എൻസൈം പറഞ്ഞു. ബാക്ടീരിയോഫേജിന്റെ ഗ്രോത്തിനെ തടയുന്ന 2 എൻസൈം ഉണ്ട്. ആ 2 എൻസൈമിൽ ഒരാൾ എന്താണ് DNA മീതൽ ഗ്രൂപ്പ്സിലേക്ക് ഒട്ടിപ്പിടിച്ച് പോയിട്ട് മറ്റേ ആൾ വന്ന് എന്ത് ചെയ്യും? DNA കട്ട് ചെയ്യും. അങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. ഒരു കൺഫ്യൂഷൻ വരരുത്. ഇത് നമ്മൾ എന്താണ്, ആ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ 2 എൻസൈം ഗ്രൂപ്പ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ബാക്ടീരിയോഫേജിന്റെ ഗ്രോത്തിനെ തടയാനായിട്ട്. അതിൽ ഒരെണ്ണം എന്താണ്? ഒരു DNA മീതൽ ഗ്രൂപ്പിലേക്ക്, മീതൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CH3 വരുന്ന ഒരു ഗ്രൂപ്പാണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മീതൽ ഗ്രൂപ്പ്സ് ഓഫ് DNA എന്ന് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം കെമിസ്ട്രിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു DNA മീതൽ ഗ്രൂപ്പുമായിട്ട് പോയി അറ്റാച്ച് ചെയ്യുകയാണ്. അറ്റാച്ച് ചെയ്തിട്ട് എന്താണ്? മറ്റൊരു എൻസൈം എന്ത് ചെയ്തു? വന്നിട്ട് ആ DNA കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെയാണ് നമുക്ക് ആരെ കിട്ടുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കിട്ടുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ ഒരു ജസ്റ്റ് കാർട്ടൂൺ, ഒരു ഫിഗർ ഇവിടെ ഉണ്ട്. എൻസൈമിന് എന്താണ്? ഒരു DNA എന്താണ്? ഒരു എൻസൈം വന്നിട്ട് കട്ട് ചെയ്യണം. കയ്യിൽ സിസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം മോളിക്കുലാർ സിസർ എന്നുള്ള പേര് മറന്നു പോകരുത്. ഈ ഒരു DNA കട്ട് ചെയ്യുന്ന ജോലിയാണ് ആർക്കുള്ളത്? റെസ്ട്രിക്ഷൻ എൻസൈമിന് ഉള്ളത്. ഇനി ഹിൻഡ് 2 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ പറ്റി അറിഞ്ഞിരിക്കുക. ഹിൻഡ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? HindD2 എന്ന് വേണം വായിക്കാൻ. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, DNA ഫ്രാഗ്മെന്റിനെ ഒരു ചെയർ മാതിരി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഈ ഒരു HindD2 എന്ന് പറയുന്ന ഒരു എൻസൈം ചെയ്യുന്നത്. അതൊരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. DNA എന്താണ്? പർട്ടിക്കുലർ പോയിന്റ് വഴി, അതിൻ്റെ സ്പെസിഫിക് പോയിന്റ് വഴി, നമ്മൾ DNA-ക്ക് നമ്മൾ 6 പെയർ ഒക്കെ ഉണ്ട്. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറയുന്ന ബേസ് പെയർസ് ഉണ്ട്. ആ അതേ പെയർ നോക്കിയിട്ട് കറക്റ്റ് പർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈമാണ് HindD2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് എന്താണ് ഈ HindD2 ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? സ്പെസിഫിക് ബേസ് സീക്വൻസിനെ എന്താണ് കറക്റ്റ് പർട്ടിക്കുലർ പോയിന്റിൽ കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി HindD2 അല്ലാതെ നമുക്ക് 900-ലധികം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇപ്പം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ 230 സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയയെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന് ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ എൻസൈംസിനെല്ലാം എന്താണ് സാധിക്കുന്നത്? ആ ഒരു DNA റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്തെടുത്തിട്ട് ആ ഒരു സ്പെസിഫിക് പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ്? ദ കൺവെൻഷൻ ഓഫ് നെയിമിങ് ദീസ് എൻസൈം. ഈ എൻസൈമിനെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പേര് കൊടുക്കുമല്ലോ. ഇപ്പം HindD2 എന്നൊക്കെ പറയുന്നത് ഒരു എൻസൈമാണ്, ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിം കംസ് ഫ്രം ദ ജീനസ്. ആദ്യത്തെ ഫസ്റ്റ് ലെറ്റർ വരുന്നത് അതിൻ്റെ ജീനസിൽ നിന്നാണ്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിം കം ഫ്രം ദ ജീനസ് ആൻഡ് ദ സെക്കൻഡ് 2 ലെറ്റേഴ്സ് കംസ് ഫ്രം ദ സ്പീഷീസ് ഓഫ് ദ പ്രോകാരിയോട്ടിക് സെൽ ഫ്രം ദേ ആർ ഐസൊലേറ്റഡ്. ഏത് പ്രോകാരിയോട്ടിക് സെൽസിൽ നിന്നാണോ അത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് ആ സെല്ലിൻ്റെ എന്താണ് ആ സെല്ല് വരുന്ന, ആ പ്രോകാരിയോട്ടിക് സെല്ല് വരുന്ന സ്പീഷീസിൻ്റെ 2 ലെറ്റേഴ്സാണ് രണ്ടാമതായിട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി എവിടെ നിന്നാണ് ലെറ്റർ വരുന്നതെന്നുള്ള കാര്യം. പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ വരുന്നത് ജീനസിൽ നിന്നാണ്, രണ്ടാമത്തെ ലെറ്റർ വരുന്നത് എന്താണ്? ഈ ഏത് പ്രോകാരിയോട്ടിക് സെല്ലിൽ നിന്നാണോ ഐഡന്റിഫൈ ചെയ്തേക്കുന്നത് ആ സെല്ല് വരുന്ന സ്പീഷീസിൻ്റെ 2 ലെറ്റേഴ്സാണ് ഈ ഒരു പേരിനെ, ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് പേര് കൊടുക്കുന്നതിൻ്റെ കൺവെൻഷൻ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ. ഇനി എക്സാമ്പിൾ, ആ ഒരു രീതിക്ക് എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ കോറി എന്ന് പറയുന്നത് നമുക്കൊരു എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ പറ്റി നോക്കാം. ആ ഒരു കോറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എസ്ചെറിഷ്യ കോളൈ എന്ന് പറയുന്ന, എസ്ചെറിഷ്യ കോളൈ RY13 എന്ന് പറയുന്ന ഒരു പേരിൽ നിന്നാണ് ആ കോറൈ എന്ന് വന്നത്. അതിൽ 6 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്ന, അതായത് കോറയുടെ ഈ 6 വന്നിരിക്കുന്നത് എന്താണ്? സ്ട്രെയിനിൽ നിന്നാണ്. ആ ഒരു ബാക്ടീരിയയുടെ സ്ട്രെയിനിൽ നിന്നാണ് ആ 6 എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തേക്കുന്നത്. ഇനി റോമൻ നമ്പേഴ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈം ഏത് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയയിൽ നിന്ന് വന്നു എന്ന് നോക്കാനാണ് ആ റോമൻ ലെറ്റേഴ്സ് അവിടെ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് പഠിക്കാം. ആ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുമ്പോൾ
അറിയാം, മോളിക്കുലർ സിസേഴ്സ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈം. DNA കട്ട് ചെയ്യാനാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് പറയുമ്പോൾ ലാർജ് ക്ലാസ് ഓഫ് എൻസൈംസ് ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന ന്യൂക്ലിയേസസിനെ മാത്രം, ന്യൂക്ലിയസ് ആ ന്യൂക്ലിയർ ബേസ് പെയർസിനെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന ലാർജർ ക്ലാസ്സിലാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഉൾപ്പെടുന്നത്. ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന ഒരു ലാർജർ ക്ലാസ്സിലാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉൾപ്പെടുന്നത്. ഇനി 2 ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയേസസ് ഉണ്ട്. ആദ്യത്തേത് എക്സാ ന്യൂക്ലിയേസസും രണ്ടാമത്തത് എൻഡോ ന്യൂക്ലിയേസസും. രണ്ടെണ്ണം ഏതൊക്കെയാണ്? എക്സോ ന്യൂക്ലിയേസസും എൻഡോ ന്യൂക്ലിയേസസും. അപ്പോൾ എക്സോ ന്യൂക്ലിയേസസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂക്ലിയോടൈഡിനെ എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. എക്സോ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ന്യൂക്ലിയോടൈഡിനെ എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യും. പക്ഷെ എൻഡോ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ള സൈറ്റിനെ DNA അകത്ത് കയറി കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ഫിഗർ വെച്ച് പഠിക്കാം. ആദ്യം കൊടുത്തേക്കുന്നത് എൻഡോ ന്യൂക്ലിയസ് ആണ്. ആദ്യത്തെ ഫിഗർ എൻഡോ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ എൻഡോ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? കറക്റ്റ് വന്ന് DNA അകത്ത് കയറിയിട്ട് DNA അകത്തുള്ള ആ ഒരു പോർഷനെയാണ് കട്ട് ചെയ്ത് മാറ്റിയത്. അതേ സമയത്ത് ഇവിടെ എക്സോ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? പുറത്തുനിന്ന് വന്നിട്ട് ഈ DNA ഏറ്റവും ടിപ്പിലുള്ള, ഏറ്റവും എൻഡിനുള്ള ന്യൂക്ലിയസ് ആയിട്ടുള്ള ന്യൂക്ലിയസസിനെ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡിനെ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 തരം ന്യൂക്ലിയസസ് ഉണ്ട്, എക്സോ ന്യൂക്ലിയസസും എൻഡോ ന്യൂക്ലിയസസും. എൻഡോ ന്യൂക്ലിയസസ് നേരെ വന്ന് DNA അകത്ത് ആക്ട് ചെയ്തിട്ട് ഡിസൈഡ് ആയിട്ടുള്ള സൈറ്റ് കട്ട് ചെയ്യുന്നു. എക്സോ ന്യൂക്ലിയസസ് എന്ത് ചെയ്യുന്നു? ഈ എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡിനെ ബ്രേക്ക് ചെയ്യുന്നു. അവയ്ക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് മാത്രമേ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ 2 തരം ന്യൂക്ലിയസസ് ഉള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഏതൊക്കെയാണ്? റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസസും റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസസും. ജസ്റ്റ് അതിൻ്റെ വ്യത്യാസം മാത്രം, എന്ത് ഡ്യൂട്ടി ചെയ്യുന്നു, ഡ്യൂട്ടിക്ക് അനുസരിച്ചുള്ള വ്യത്യാസം മാത്രം മനസ്സിലാക്കി പോവുക. നെക്സ്റ്റ് നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയാണ് നോക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളൊരു DNA ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഇങ്ങനെ കൊടുക്കുകയാണ്. അടുത്ത ഒരു ഡിസൈഡ് ആയിട്ടുള്ളൊരു പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം പോയി ഒരു ലെങ്ത് ഓഫ് DNAക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് അളക്കും. അതിനുശേഷം എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ കട്ട് ചെയ്യാനുള്ള സൈറ്റ് നോക്കും. റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയും. ആ ഒരു സൈറ്റ് നമുക്ക് ഇവിടെ ഒരു 2 പോയിന്റ് ഉണ്ട്, ആ 2 പോയിന്റും പോയി നോക്കും. അതിനുശേഷം ആ പോയിന്റിനെ അങ്ങ് ബൈൻഡ് ചെയ്യും. അതിന് ചുറ്റും അങ്ങ് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് നമുക്കറിയാം DNA എന്താണ്? ഡബിൾ ഹെലിക്സ് മോഡലാണ്. 2 ഹെലിക്സ് ആയിട്ട് ഇങ്ങനെ പോകുന്ന മോഡലാണ് DNA എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഓരോ സ്റ്റാൻഡിലും പോയിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ എന്ന് പറയും. നമുക്കത് DNA ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഇത് മനസ്സിലാക്കി പോവുക. ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിനെ ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ ഇങ്ങ് അലിയിച്ച് കളഞ്ഞിട്ട് ഒരു പാലിയോഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആക്കി മാറ്റും. നമുക്ക് പഠിക്കുക എന്താണെന്നുള്ളത്. ആദ്യം ഒരു ഫിഗർ നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഒരു DNA സീക്വൻസ് ആണുള്ളത്. ഈ DNA സീക്വൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ കൊടുക്കുകയാണ്. റെസ്ട്രിക്ഷൻ എൻസൈമിനെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ഇതൊരു വെക്റ്റർ DNA ആണ്, അതായത് ഇതിലേക്ക് വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ളത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഇങ്ങനെ അതിൻ്റെ ഒരു ലെങ്ത് അങ്ങ് അളക്കും. ആദ്യം എത്ര നീളം ഉണ്ടെന്ന് ഇവിടെ ആയാലും വന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങ് ലെങ്ത് അങ്ങ് അളന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൽ വന്നിട്ട് അങ്ങ് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ നിന്നുള്ള ഈ മുകളിൽ നിന്നുള്ള ഇത്ര പോർഷനെ ആര് കട്ട് ചെയ്ത് മാറ്റി? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് കട്ട് ചെയ്ത് മാറ്റി. അതുപോലെ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്തു? ഇത്രയുള്ള പോർഷനെ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇവിടെയും നമുക്കൊരു ടൈൽ എൻഡ് കിട്ടി, ഇവിടെയും നമുക്കൊരു ടൈൽ എൻഡ് കിട്ടി. ആ 2 ടൈൽ എൻഡുകൾ തമ്മിൽ എന്ത് ചെയ്യും? ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫിഗർ മാത്രം അങ്ങനെ വെച്ച് പഠിക്കുക. 2 സ്ഥലത്തും ആക്ട് ചെയ്തു? റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ആക്ട് ചെയ്തിട്ട് ബാക്കി കിട്ടിയ ആ ഒരു ഫ്രാഗ്മെന്റ്സിന് എന്ത് ചെയ്തു? നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടി? റീകോമ്പിനൻ്റ് DNA കിട്ടി. ആ റീകോമ്പിനൻ്റ് DNA എങ്ങനെയായിരിക്കും? പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിരിക്കും. എന്താണ്? പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിരിക്കും. ഈ ഒരു വേർഡ് മാത്രം പഠിക്കുക. എന്താണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് നോക്കാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം കണ്ട ആ ഒരു വെക്റ്റർ DNA ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി, മറ്റേ വന്ന അടുത്ത നമുക്ക് കട്ട് ചെയ്യാനുള്ള DNA നിന്നും ഒരു സ്പെസിഫിക് പോയിന്റ് വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ അതൊരു നമ്മൾ 5' 3' ഒക്കെ വെച്ചിട്ടാണ് ആ DNA ലെങ്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ കട്ട് ചെയ്തത് GAATTC എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കട്ട് ചെയ്തത്. താഴെ വരുമ്പോൾ എങ്ങനെയാണ്? CTTAAG എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന 5'
5-3' തിരിച്ച് വായിക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെയാണ് ഈ 3-5' ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ മലയാളം എന്ന് എഴുതിയിട്ട് വായിക്കുന്ന പോലെ മലയാളം എന്ന് അങ്ങോട്ട് എഴുതും, അങ്ങോട്ട് വായിക്കുമ്പോഴും മലയാളം എന്നാണ്, ഇങ്ങോട്ട് വായിക്കുമ്പോഴും മലയാളം എന്നാണ്. ഇംഗ്ലീഷിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഒരേപോലെയല്ലേ വായിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഈ DNA കട്ട് ചെയ്യുന്നത്. 5-3' കട്ട് ചെയ്ത ആ ഒരു DNA നമുക്ക് എന്താണ് അപ്പുറത്തെ വശത്ത് എങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത്? 3-5'. അതായത് ഇവിടെ നിന്ന് നമ്മൾ എന്താണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെയാണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും വായിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാലിൻഡ്രോമിക് സീക്വൻസിലാണ് ഈ ഒരു ആര് കട്ട് ചെയ്യുന്നത്? ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം DNA കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി റെസ്ട്രിക്ഷൻ എൻസൈം എങ്ങനെയാണ്? സ്ട്രാൻഡ് ഓഫ് DNA കട്ട് ചെയ്തിട്ട് പാലിൻഡ്രോമിക് സൈഡിൽ നിന്ന് കുറച്ച് മാറിയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. പക്ഷെ എന്തായിരിക്കും? സെയിം ആയിട്ടുള്ള ഓപ്പോസിറ്റ് സ്ട്രാൻഡ് കിട്ടും. അതായത് ഈ ഇതിനെന്താണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ ന്യൂക്ലിയോടൈഡ് തമ്മിലാണോ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്, അതായത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്, അതിനനുസരിച്ച് മാത്രമേ ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം DNA സ്ട്രാൻഡിനെ കട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻ അറ്റ് ദ എൻഡിന് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റിക്കി ഹെഡ് കാണും. സ്റ്റിക്കി ഹെഡ് എന്ന് പറയുമ്പോൾ മറ്റൊന്നിനുമായിട്ട് ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കി ഹെഡ് കാണും. ആ ഒരു സ്റ്റിക്കി ഹെഡിന് കാരണം അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റിക്കി ഹെഡ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഈ ഒരു വെക്റ്റർ DNA റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്ത് മാറ്റിയ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത്. CTTA എന്ന് പറയുമ്പോൾ ഈ ഭാഗം. ഇവിടെ എന്താണ്? സ്റ്റിക്കി ഹെഡാണ്. അതായത് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. അതുപോലെ ഇപ്പുറത്തെ വശത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇതിൻ്റെ അടിഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റിയതേക്കുന്നത്. മാറ്റുമ്പോൾ എന്താണ്? ഈ മുകളിലത്തെ ഹെഡ് എന്തായിരിക്കും? സ്റ്റിക്കി ഹെഡായിരിക്കും. ഈ സ്റ്റിക്കി ഹെഡും ഇവിടുത്തെ സ്റ്റിക്കി ഹെഡും കൂടെ ചേർന്നിട്ടാണ് എന്താവുന്നത്? ഇവിടെ റീകോമ്പിനന്റ് DNA ആവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബാക്കി വന്ന പോർഷൻ എന്തായിരിക്കും? രണ്ടും തമ്മിൽ എന്താണ് ബോണ്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഒരു എന്താണ് സ്റ്റിക്കിനെസ്, ആ ഒരു എൻഡിൽ വരുന്ന ആ ഒരു സ്റ്റിക്കിനെസ്, രണ്ട് DNA തമ്മിൽ ഒട്ടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് DNA ലിഗേസ്. DNA ലിഗേസ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് DNA സ്ട്രാൻഡുകളെ നമ്മൾ എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് ഡിസൈഡ് ആയിട്ടുള്ള പോയിന്റിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന ആ ഒരു DNA നമ്മൾ എന്താണ് ലിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്ലൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് DNA ലിഗേസ്. അതുകൊണ്ട് തന്നെ മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നത് DNA ലിഗേസിനെയാണ്. ആ ഒരു പോയിന്റും കൂടെ ഓർമ്മിച്ചിരിക്കുക. മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നത് ആരെയാണ്? DNA ലിഗേസിനെയാണ്. നമ്മൾ മോളിക്കുലാർ സിസ്റ്റേഴ്സ് എന്ന് ആരെ വിളിച്ചു? റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസിനെ വിളിച്ചു. അതുപോലെ എന്താണ് മോളിക്കുലാർ ഗ്ലൂ എന്ന് വിളിക്കുന്ന ആരെയാണ്? DNA ലിഗേസിനെയാണ്. കാരണം എന്താണ്? ഈ ഒരു DNA ലിഗേസ് എന്ത് ചെയ്യും? നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന DNA സ്ട്രാൻഡുകൾ തമ്മിൽ ഒട്ടിക്കാൻ സഹായിക്കുന്നു. ഇനി റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്താണ്? റീകോമ്പിനന്റിനെ ഉണ്ടാക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുമ്പോൾ അതിലെന്തായിരിക്കും ഒരു പ്രത്യേകത? ഡിഫറെൻറ്റ് ജീനോം ആയിരിക്കും നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്? ഈ ഒരു റീകോമ്പിനന്റിൽ കാണാനായിട്ട് പറ്റുന്നത്. കാരണം എന്താണ്? നമ്മൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് എല്ലാം ഉള്ള DNA നോക്കിയിട്ട് സ്പെസിഫിക് സൈറ്റ് വെച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്? റീകോമ്പിനന്റ് DNA അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റീകോമ്പിനന്റ് DNA എന്തായിരിക്കും? ഡിഫറെൻറ്റ് ജീനോം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ്? ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് കട്ട് ചെയ്ത DNA ഫ്രാഗ്മെന്റ് സ്റ്റിക്കി എൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ ഒരു സ്റ്റിക്കി എൻസിനെ എൻഡ് ടു എൻഡ് ആയിട്ട് ഗ്ലൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് DNA ലിഗേസ് ആയിരിക്കും. ആ ഒരു പോയിന്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്കൊരു ഡയഗ്നോമിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഈ ഒരു DNA റീകോമ്പിനന്റ് ടെക്നോളജിയെ നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഡയഗ്രാം മാത്രമായിരുന്നു, DNA എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ആ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഇവിടെ കാണുന്നത് ഒരു ഫോറിൻ DNA ആണ്. ഫോറിൻ DNA എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫോറിൻ DNA ആണ്. ഇതൊരു വെക്റ്റർ DNA ആണ്. അതായത് ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് എടുത്ത് വെച്ചേക്കുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഈ ഒരു പ്ലാസ്മിഡിനെയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പ്ലാസ്മിഡിനെ എടുത്തു. അതിനുശേഷം രണ്ടെടുത്ത് നമ്മൾ ആരെ കൊടുക്കുകയാണ്? റെസ്ട്രിക്ഷൻ എൻസൈമിനെ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്പെസിഫിക് സൈറ്റ് വെച്ച് കട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോറിൻ DNA റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇവിടെ. അതുപോലെ വെക്റ്റർ DNA ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ ആരെ യൂസ് ചെയ്യും? ഈ ഒരു ലിഗേസിനെ യൂസ് ചെയ്യും. ലിഗേസ് ആരാണ്? ഞാൻ പറഞ്ഞു അല്ലേ, മോളിക്കുലർ ഗ്ലൂ ആണ്. ഈ ഒരു പശയാണ്, ഇത് ഒട്ടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്കുലർ ഗ്ലൂ ആണ് DNA ലിഗേസ്. അപ്പോൾ ലിഗേസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു വെക്ടറിനെയും ഇവിടുത്തെ ഈ ഒരു സ്ട്രാൻഡിനെയും തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഫുള്ളായിട്ട് ഒരു സർക്കുലറായി. അവിടുത്തെ ഈ ഒരു പോർഷൻ എന്താണ്? ഇവിടെ ഈ വന്നേക്കുന്ന ഈ ഒരു പോർഷൻ ഇവിടെ നിന്നാണ് വന്നേക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട DNA ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും നമ്മൾ? അതൊരു കോളയിലേക്ക്, അതായത് ബാക്ടീരിയയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ഈ ഒരു വെക്റ്റർ DNA. എന്തിനു വേണ്ടിയിട്ടാണ് ബാക്ടീരിയയിൽ കൊടുക്കുന്നത്? ഡിവൈഡ് ചെയ്യാനായിട്ടാണ് അല്ലേ? ക്ലോണിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോളയിലേക്ക് കൊടുത്തത്. അതിനുശേഷം എന്താണ്? സെല്ല് ഡിവൈഡ് ചെയ്ത് പോകും. ഇത്രേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ താഴേക്ക് എന്താണ്? ഇഷ്ടംപോലെ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഈ ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ മാറ്റിയെടുത്ത റീകോമ്പിനന്റ് DNA കൂടി ഈ സെല്ലിനകത്തിരുന്ന് ഡിവൈഡ് ചെയ്ത് പോകും. ക്ലോണിങ് അവിടെ നടക്കുമെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രഡീഷണൽ ബയോടെക്നോളജി ടെക്നിക്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ട്രഡീഷണൽ ബയോടെക്നോളജി ടെക്നിക്കിൽ വരാത്തത് ഏതെന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയതിനു ശേഷം മാത്രം ആൻസറിലേക്ക് നോക്കുക. 4 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ഫെർമെന്റേഷൻ, ഓപ്ഷൻ ബി സെലക്റ്റീവ് ബ്രീഡിംഗ്, ഓപ്ഷൻ സി ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഓപ്ഷൻ ഡി പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് ട്രഡീഷണൽ മെത്തേഡിൽ വരാത്ത ബയോടെക്നോളജി ടെക്നിക്. അപ്പോൾ ആൻസർ എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ PCR. എന്ന് പറഞ്ഞാലും എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗിൽ റെസ്ട്രിക്ഷൻ എൻസൈം ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ദേ ക്രിയേറ്റ് റീകോമ്പിനന്റ് DNA മോളിക്യൂൾ. ഓപ്ഷൻ ബി, ദേ ആംപ്ലിഫൈഡ് DNA ഫ്രാഗ്മെന്റ്. ഓപ്ഷൻ സി, ദേ കട്ട് DNA at a specific sequence. ഓപ്ഷൻ ഡി, ദേ ഇൻട്രൊഡ്യൂസ് മ്യൂട്ടേഷൻസ് ഇൻ DNA. അപ്പോൾ നമുക്കറിയാം എന്താ ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈം? ആ DNAയുടെ സ്പെസിഫിക് സൈറ്റ് നോക്കിയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ DNA കട്ട് ചെയ്യുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈം ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ദേ കട്ട് DNA at a specific sequence. നമുക്കിഷ്ടമുള്ള, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സീക്വൻസ് എവിടെയാണോ അവിടെ നോക്കി കട്ട് ചെയ്യാനാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസിനെ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ വെക്റ്റർ ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വെക്റ്റർ ചെയ്യുന്ന റോൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ് ക്യാരീസ് ഫോറിൻ DNA ഇൻടു ഹോസ്റ്റ് സെൽ. ഓപ്ഷൻ ബി, ഇറ്റ് റിമൂവ്സ് അൺവാണ്ടഡ് DNA ഫ്രം ദ ജീനോം. ഓപ്ഷൻ സി, ഇറ്റ് ആംപ്ലിഫൈസസ് DNA ഫ്രാഗ്മെന്റ്. ഓപ്ഷൻ ഡി, ഇറ്റ് കട്ട് DNA അറ്റ് എ സ്പെസിഫിക് സീക്വൻസ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്ലാസ്മിഡിനെയാണ് നമ്മൾ വെക്ടറായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഓൾറെഡി കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെക്റ്റർ DNA എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോറിൻ DNA നമ്മൾ എന്ത് ചെയ്യും? ലിഗേസ് ഒക്കെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഹോസ്റ്റ് സെല്ലിലേക്ക് കൊടുക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? വെക്ടറിനുള്ളത്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വെക്ടറിന്റെ ഡ്യൂട്ടി എന്താണ്? ഇറ്റ് ക്യാരീസ് ഫോറിൻ DNA ഇൻടു ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിലേക്ക് ഫോറിൻ DNA കൊണ്ടെത്തിക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? വെക്ടർ DNAക്ക് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻ മോളിക്കുലർ ബയോളജി? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സിന് മോളിക്കുലർ ബയോളജിയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് ആംപ്ലിഫൈസസ് DNA ഫ്രാഗ്മെന്റ്, ഇറ്റ് സിന്തസൈസ് RNA ഫ്രം DNA ടെംപ്ലേറ്റ്, ഇറ്റ് കട്ട്സ് DNA അറ്റ് സ്പെസിഫിക് സീക്വൻസസ്, ഇറ്റ് ഇൻട്രൊഡ്യൂസസ് മ്യൂട്ടേഷൻ ഇൻ DNA. അപ്പോൾ എന്താണ് ആൻസർ? DNA ടെംപ്ലേറ്റുകളിൽ നിന്ന് RNAയെ സിന്തസൈസ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ആർക്കുള്ളത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സിനുള്ളത്. നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. ആ സമയം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കുക. DNA ടെംപ്ലേറ്റുകളിൽ നിന്ന് RNA സിന്തസൈസ് എന്ന ജോലിയാണ് ആർക്കുള്ളത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സിന് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏതെന്നാണ്. ഓപ്ഷൻ എ, ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓപ്ഷൻ ബി, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ. ഓപ്ഷൻ സി, എൻവയോൺമെന്റൽ റെമഡിയേഷൻ. ഓപ്ഷൻ ഡി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ 4 ഓപ്ഷൻ നമ്മൾ കണ്ടതാണ്. അതിൽ 3 ഓപ്ഷൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ, എൻവയോൺമെന്റൽ റെമഡിയേഷൻ. ഇത് 3ഉം ആര് ചെയ്യുന്നുണ്ട്? ബയോടെക്നോളജി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരാത്തത് ആരാണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു കാര്യം നമുക്ക് എവിടെ വരുന്നില്ല? ബയോടെക്നോളജിയിൽ വരുന്നില്ല. അപ്പോൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏതാണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗിൽ റെസ്ട്രിക്ഷൻ എൻസൈം എന്താ ചെയ്യുന്നതെന്നാണ്
ഈ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. എങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ നോക്കാം. DNA റെപ്ലിക്കേഷൻ, DNA സീക്വൻസിങ്, DNA ആംപ്ലിഫിക്കേഷൻ, DNA ക്ലീവേജ്. അപ്പോൾ DNA ക്ലീവേജ് ആണ് ആര് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി എൻസൈം DNA ലിഗേസ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗിനകത്ത് DNA ലിഗേസ് എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, കട്ട് DNA at a specific site, it amplifies DNA sequences, it synthesizes new DNA strands, it joins DNA fragments together. അപ്പോൾ DNA ലിഗേസിന് വേറൊരു പേര് കൂടി ഉണ്ട്. എന്താണ്? മോളിക്കുലർ ഗ്ലൂ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്? രണ്ട് DNA ഫ്രാഗ്മെന്റുകൾ തമ്മിൽ, ഡിസൈഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റും അല്ലെങ്കിൽ വെക്ടറും തമ്മിൽ യോജിപ്പിക്കാനൊക്കെ ആരാണ് വരുന്നത്? അവിടെ DNA ലിഗേസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു പെയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഇറ്റ് ജോയിൻസ് DNA ഫ്രാഗ്മെന്റ്സ് ടുഗദർ. DNA ലിഗേസ് ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്തിട്ട് DNA ഫ്രാഗ്മെന്റ്സിനെ എന്ത് ചെയ്യുന്നു? ടുഗദർ ആയിട്ട് പിടിച്ചു നിർത്തുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? അപ്പോൾ GMO എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. പെനിസിലിൻ, ഇനുസിലിൻ, ഈസ്റ്റ് യൂസ്ഡ് ഇൻ ബ്രെഡ് മേക്കിംഗ്, കോൺ വിത്ത് ഇൻസെക്ട് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഹ്യൂമൻസിന് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഒരു ഇൻകം കിട്ടണം, അല്ലെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ഒരു ഓർഗാനിസത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിലോ നമുക്കൊരു ക്വാളിറ്റി കാണണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവാം, കോൺ വിത്ത് ഇൻസെക്ട് റെസിസ്റ്റൻസ് പവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് വഴി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാൻസിന് എക്സാമ്പിൾ ഏതാണ്? കോൺ വിത്ത് ഇൻസെക്ട് റെസിസ്റ്റൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിക്കും. ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും ഇതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇൻ ജനറ്റിക്കലി എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗിനകത്ത് റെസ്ട്രിക്ഷൻ എൻസൈം എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ടു ആംപ്ലിഫൈ DNA, ഓപ്ഷൻ ബി, ടു കട്ട് DNA at സ്പെസിഫിക് സീക്വൻസസ്, ഓപ്ഷൻ സി, ടു അനലൈസ് ജീൻ എക്സ്പ്രഷൻ, ഓപ്ഷൻ ഡി, ടു സിന്തസിസ് പ്രോട്ടീൻസ്. അപ്പോൾ എന്താണ്? DNA പർട്ടിക്കുലർ പോയിന്റിൽ കട്ട് ചെയ്യാനാണ് ആര് വരുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈം വരുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ്? ഒരു DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ് ആക്കാനാണ് ആര് വരുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്ലാസ്മിഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗിനകത്ത് പ്ലാസ്മിഡിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ദേ ആർ യൂസ്ഡ് ആസ് ജനറ്റിക് മാർക്കേഴ്സ്, ഓപ്ഷൻ ബി, ദേ ആർ യൂസ്ഡ് ആസ് vectors to transfer DNA into host cell, option C, they are used to analyze gene expression, option D, they are used to sequence DNA. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ പ്ലാസ്മിഡ് ചെയ്യുന്നത്? ഒരു വെക്ടർ ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റീകോമ്പിനന്റ് DNA ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ ഹോസ്റ്റിലേക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? വെക്ടർ. അപ്പോൾ പ്ലാസ്മിഡിനെയാണ് നമ്മൾ വെക്ടർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. പ്ലാസ്മിഡ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബാക്ടീരിയൽ സെല്ലിനകത്താണ് നമുക്ക് പ്ലാസ്മിഡ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്മിഡിനെ ചൂസ് ചെയ്യുന്നത്? പ്ലാസ്മിഡ് എന്താണ്? ഒരു ആൻറ്റിബയോ മെറ്റീരിയൽ ആണ് അല്ലേ? അപ്പോൾ അതായത് നമ്മളെന്താണ് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് കാണുന്നത് ബാക്ടീരിയക്കകത്താണ്. അതിനകത്ത് എന്താണ്? ഒരു ക്രോമസോം കാണും, ഒരു എക്സ്ട്രാ സെല്ലുലാർ ക്രോമസോം കാണും. ഇത്രയും ക്വാളിറ്റിയൊക്കെ പ്ലാസ്മിഡിനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിൽ പ്ലാസ്മിഡിനെ വെക്ടറായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ പ്ലാസ്മിഡിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഒരു വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന DNA, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള DNA നമ്മൾ റീകോമ്പിനന്റ് ആയിട്ട് എടുത്തേക്കുന്ന DNA ഹോസ്റ്റ് സെല്ലിലേക്ക് കൊടുക്കാനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഒരു പ്ലാസ്മിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിക്കഗ്നിഷൻ സീക്വൻസ് ഓഫ് എ പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈം ഈസ് GAA-TTC. ഹൗ മെനി ബേസ് പെയർസ് വുഡ് ബി എക്സ്പെക്റ്റഡ് ബിറ്റ്വീൻ ദ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഓൺ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ? അപ്പോൾ GAA-TTC. അപ്പം 1, 2, 3, 4, 5, 6 ന്യൂക്ലിയോറ്റൈഡ് നമുക്കിവിടെ കാണാൻ പറ്റും. GAA-TTC 6 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര ഒരു സൈറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ GAA-TTC അറ്റാച്ച് ചെയ്യുള്ളൂ? 6 എണ്ണം തന്നെ വേണം അല്ലേ? നമ്മൾ കണ്ടതാണ് ആ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം എവിടെയാണ് നമ്മൾ ആ ഒരു
വെക്റ്റർ ഡി എൻ എ കട്ട് ചെയ്തപ്പോഴും അതുപോലെ നമുക്ക് ആ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഡി എൻ എ കട്ട് ചെയ്തപ്പോഴും ഈക്വൽ നമ്പർ ഓഫ് ബേസ് പെയറിനെ നിലനിർത്തിക്കൊണ്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ 6 എണ്ണം വെച്ച് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വശത്തും എത്ര എണ്ണം കാണും? 6 എണ്ണം കാണും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട്. അപ്പോൾ ആൻസർ എന്താണ്? 6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ യൂസ്ഡ് ഇൻ ബയോടെക്നോളജി പ്രൈമർലി ഫോർ. റെസ്ട്രിക്ഷൻ എൻസൈം നമ്മൾ ആദ്യം എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ്? ഫസ്റ്റ് വൺ DNA സീക്വൻസിങ്, സെക്കൻഡ് വൺ DNA റെപ്ലിക്കേഷൻ, തേർഡ് വൺ ജീൻ എക്സ്പ്രഷൻ, ഫോർത്ത് വൺ DNA മാനിപ്പുലേഷൻ. അപ്പോൾ നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻസൈമിന് നമ്മൾ യൂസ് ചെയ്തത് DNA കട്ട് ചെയ്യാനാണ്. ഇപ്പോൾ താഴെ കൊടുത്തേക്കുന്ന ഓപ്ഷനിൽ DNA കട്ടിങ് എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു DNAക്ക് മാറ്റം വരുത്താനാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ DNA മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, DNAയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, DNA മാനിപ്പുലേഷൻ ആണ്. ഇപ്പോൾ ഇതേ സ്ഥാനത്ത് മാനിപ്പുലേഷന് പകരം DNA കട്ടിങ് എന്നാണെങ്കിൽ നമ്മൾ അതായിരിക്കും ആൻസർ കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DNA മാനിപ്പുലേഷൻ എന്ന ആൻസറുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെസ്ട്രിക്ഷൻ എൻസൈം. ഇവിടെ നോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ക്യാരക്ടർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ദേ ആർ ഹൈലി സ്പെസിഫിക് ഇൻ റിക്കഗ്നൈസിംഗ് ദ ടാർഗറ്റ് സീക്വൻസ്. ഓപ്ഷൻ ബി, they can cut DNA in a staggered manner creating sticky ends. Option C, they can cut DNA in blunt manner creating blunt ends. Option D, they can repair damaged DNA. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ക്യാരക്ടർ അല്ലാത്തത് എന്താണ്? അതിനൊരു ഡാമേജ്ഡ് DNA ഒന്നും റിപ്പയർ ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ അതല്ലാതെ എന്താണ്? ടാർഗറ്റ് സൈറ്റ് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ സ്റ്റിക്കി എൻസോട് കൂടി DNA കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതുപോലെ എന്താണ്? കട്ട് ചെയ്തിട്ട് ഒരു ബ്ലണ്ട് എൻഡ്, സ്റ്റിക്കി എൻസ് അല്ലാത്ത രീതിയിലും കട്ട് ചെയ്യാൻ പറ്റും. DNA എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഡാമേജ്ഡ് DNA റിപ്പയർ ചെയ്യാനുള്ള കഴിവൊന്നും ആർക്കില്ല? റെസ്ട്രിക്ഷൻ എൻസൈമിന് ഇല്ല. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ക്യാരക്ടർ അല്ലാതെ ഇവിടെ വന്നത് ഏതാണ്? ദേ ക്യാൻ റിപ്പയർ ഡാമേജ്ഡ് DNA എന്ന പോയിന്റ് ആണ്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ, ടു ആംപ്ലിഫൈ DNA സീക്വൻസ്. ഓപ്ഷൻ ബി, ടു ഇൻസേർട്ട് ഫോറിൻ DNA ഇൻടു എ വെക്ടർ. ഓപ്ഷൻ സി, ടു റെപ്ലിക്കേറ്റ് DNA ഇൻ വിട്രോ. ഓപ്ഷൻ ഡി, ടു ഐഡന്റിഫൈ DNA സീക്വൻസസ്. അപ്പോൾ എന്താണ്? ഒരു ഫോറിൻ DNA വെക്ടറിലേക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തത്. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുള്ള DNA കണ്ടുപിടിച്ചു, ഒരു വെക്ടറിനെ കണ്ടുപിടിച്ചു, DNA കട്ട് ചെയ്തു, വെക്ടറിനെ കട്ട് ചെയ്തു, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫോറിൻ DNA വെക്ടറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു കഷ്ടപ്പാടെല്ലാം ചെയ്തത് അല്ലേ? അപ്പോൾ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു DNA കട്ട് ചെയ്യാൻ പറ്റിയത്, ആ വെക്ടറിൻ്റെ ഒരു സ്ഥലം കട്ട് ചെയ്യാൻ പറ്റിയത്, അതിന് രണ്ടും എന്ത് ചെയ്യാൻ പറ്റിയത്? യോജിപ്പിക്കാനെല്ലാം പറ്റിയത്. അപ്പോൾ എന്താണ്? ടു ഇൻസേർട്ട് ഫോറിൻ DNA ഇൻടു എ വെക്ടർ എന്നുള്ളതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പ്രധാനമായിട്ടും റീകോമ്പിനന്റ് DNA ടെക്നോളജിയിലെ റോൾ എന്ന് പറഞ്ഞാൽ. അടുത്ത question, which of the following is an example of a type 2 restriction enzyme? ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻസൈമിന് എക്സാമ്പിൾ ഏതെന്നാണ്? ഓപ്ഷൻ എ, ഇ കോറൈ. ഓപ്ഷൻ ബി, RNA പോളിമറൈസ്. ഓപ്ഷൻ സി, ലിഗേസ്. ഓപ്ഷൻ ഡി, ഹെലിക്കേസ്. അപ്പം നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻസൈമിൽ നമ്മൾ ഇ കോളൈ ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഇ കോറൈ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻസൈമിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എൻസൈം DNA ലിഗേസ് ഈസ് യൂസ്ഡ് ഇൻ കോൺജുഗേഷൻ വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ടു. അപ്പോൾ DNA ലിഗേസ് റെസ്ട്രിക്ഷൻ എൻസൈംസിനെക്കാളും DNA ലിഗേസ് എന്തിൻ്റെ കോൺജുഗേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്? എന്തിന് വേണ്ടിയിട്ടെന്നാണ് ചോദിച്ചേക്കുന്നത് ലിഗേസ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, കട്ട് DNA അറ്റ് സ്പെസിഫിക് റിക്കഗ്നേഷൻ സൈറ്റ്. ഓപ്ഷൻ ബി, ആംപ്ലിഫൈഡ് DNA സീക്വൻസസ്. ഓപ്ഷൻ സി, ജോയിൻ DNA ഫ്രാഗ്മെന്റ്സ് ടുഗദർ. ഓപ്ഷൻ ഡി, സിന്തസൈസ് RNA ഫ്രം DNA ടെംപ്ലേറ്റ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ്? DNA ലിഗേസ് മോളിക്കുലർ ഗ്ലൂ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജോയിൻ DNA ഫ്രാഗ്മെന്റ്സ് ടുഗദർ. DNA ഫ്രാഗ്മെന്റ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? DNA ലിഗേസിനെ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് റെസ്ട്രിക്ഷൻ എൻസൈം? റെസ്ട്രിക്ഷൻ എൻസൈംസിനെ വെച്ച് നോക്കുമ്പോൾ താഴെ കൊടുത്തതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ദേ ക്യാൻ റിക്കഗ്നൈസ് ആൻഡ് കട്ട് DNA അറ്റ് സ്പെസിഫിക് സീക്വൻസസ്. എന്താണ്? DNA കണ്ടുപിടിക്കാൻ വരുന്നുണ്ട്, DNA സ്പെസിഫിക് സീക്വൻസിൽ വെച്ച് കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ, ദേ ആർ ഓഫൺ നെയിംഡ് ആഫ്റ്റർ ബാക്ടീരിയ ഫ്രം വിച്ച് ദേ ആർ ഡെറൈവ്ഡ്. നമ്മൾ പറഞ്ഞതാണ്
എങ്ങനെയാണ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് പേര് കൊടുക്കുന്നതെന്നെല്ലാം ആ ഒരു എവിടെ നിന്നാണോ ആ ഒരു ബാക്ടീരിയ, ഏത് ബാക്ടീരിയയുടെ സ്ട്രെയിൻ എടുത്താണോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പേര് കൊടുക്കുന്നത്. ഓപ്ഷൻ സി, ദേ ആർ യൂസ്ഡ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്. നമ്മൾ ഇതിൻ്റെ ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്കൊക്കെ അടുത്ത് പഠിക്കും. അവിടെയെല്ലാം നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്ഷൻ എൻസൈമിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി, ദേ ക്യാൻ ഒൺലി കട്ട് DNA ഇൻ എ ബ്ലണ്ട് മാനർ. അവർക്ക് എന്താണ്, ഒരു DNA ബ്ലണ്ട് മാനറിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരിക്കലുമല്ല. എങ്ങനെയാണ് ഒരു ആ ഒരു പോയിന്റാണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈമിന് ബ്ലണ്ട് മാനറിൽ മാത്രമല്ല കട്ട് ചെയ്യാൻ പറ്റുന്നത്, സ്പെസിഫിക് സീക്വൻസ് അനുസരിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ബ്ലണ്ട് മാനറിൽ കട്ട് ചെയ്താൽ തന്നെ അവിടെ എന്താണ്, അവിടെ ഒരു എന്താണ് ഗ്ലൂ, ഒരു പശയുള്ള അല്ലെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ രീതിയിലുള്ള 2 ടൈലൻറ്റുകൾ വിട്ടിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആൻസർ അല്ലാതെ വരുന്ന ഏതാണ്? ദേ ക്യാൻ ഒൺലി കട്ട് DNA ഇൻ എ ബ്ലണ്ട് മാനർ എന്നുള്ളതാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെസ്ട്രിക്ഷൻ എൻസൈമിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രൂ അല്ലാതെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്കവറി ആൻഡ് സ്റ്റഡി ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഹാസ് റിവല്യൂഷനൈസ്ഡ് ബയോടെക്നോളജി ബൈ ഇനേബിളിംഗ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഡിസ്കവറിയും അതിനെപ്പറ്റിയുള്ള സ്റ്റഡിയൊക്കെ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ്, എന്തൊക്കെ ഉപയോഗങ്ങൾ വരുത്തി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, DNA സീക്വൻസിങ്. ഓപ്ഷൻ ബി, ക്ലോണിംഗ് ഓഫ് ജീൻസ്. ഓപ്ഷൻ സി, ജീൻ എഡിറ്റിംഗ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമുക്ക് DNA കട്ട് ചെയ്യാൻ പറ്റിയത്, അതുപോലെ വെക്റ്റർ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കാൻ പറ്റിയത്, അതുപോലെ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് പോസിബിൾ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ DNA സീക്വൻസിനും ക്ലോണിംഗ് ഓഫ് ജീൻസിനും ജീൻ എഡിറ്റിങ്ങിനും ഒക്കെ ആര് ഹെൽപ്പ് ചെയ്തു? റെസ്ട്രിക്ഷൻ എൻസൈം ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും എന്തിൽ വരുന്നതാണ്? ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ആ ഒരു ചേഞ്ച്, റെസ്ട്രിക്ഷൻ എൻസൈംസ് കണ്ടുപിടിച്ചത് കൊണ്ടുള്ള ചേഞ്ചിൽ വരുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ്. ഇപ്പം നേൽ പറഞ്ഞേക്കുന്ന എല്ലാ ഓപ്ഷനും എന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ കാര്യത്തിൽ ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് DNA ലിഗേസ് ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി? നമ്മൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്. DNA ലിഗേസ് എന്താണ് ചെയ്യുന്നത്? DNA ഫ്രാഗ്മെന്റ്സിനെ ടുഗദർ ചെയ്ത് നിർത്തുന്നു, ജോയിൻ ചെയ്ത് നിർത്തുന്നു, ഒട്ടിച്ച് നിർത്തുന്നു ഉള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? DNA ലിഗേസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എ പ്ലാസ്മിഡ് റീകോമ്പിനന്റ് DNA ടെക്നോളജി? അത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ പ്ലാസ്മിഡ് എന്താണ് ചെയ്യുന്നത്? ഒരു വെക്ടറായിട്ട് ആക്ട് ചെയ്തിട്ട് റീകോമ്പിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? പ്ലാസ്മിഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ബയോടെക്നോളജിയുടെ. ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതെല്ലാം ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് അതിന് പുറകിലോട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.